നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നറിയണമേ. കർത്താവെ, ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുന്ന ഭാഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തന്ന് കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്പർശിച്ച് ആത്മീയമായി വളർന്നു വരാൻ പക്വത പ്രാപിക്കുവാൻ തക്കവണ്ണം ആ വചനങ്ങൾ ഞങ്ങൾക്ക് ഉപകരിക്കുവാൻ ആത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുകയാണ്. വായ തുറന്നു തരണം. അതിരങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ വചനം നീ തരുന്നത് അതുപോലെ കർത്താവെ ശ്രോതാക്കളിലേക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ആത്മീയമായൊരു വലിയ വളർച്ച, അഭിവൃദ്ധി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മളെ ധ്യാനിക്കുന്നത് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 10 മുതൽ 9-ാം അധ്യായത്തിലോട്ട് നമുക്ക് പ്രവേശിച്ച് കുറച്ചുകൂടെ നമുക്ക് ആ വിഷയങ്ങളെ ധ്യാനിക്കാം. 8-ാം അധ്യായം 9-ാം അധ്യായം വരെ നമ്മൾ ചിന്തിച്ചപ്പോൾ അവിടെ ഒരു ധനശേഖരണം നടത്തി ജെറുസലേമിലെ സഭയെ അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ആ ധനശേഖരണത്തെക്കുറിച്ചാണ് തുടർന്ന് പൗലോസ് പറയുന്നത്. ജെറുസലേമിലെ സഹോദരങ്ങളെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ്. അത് മനസ്സോടുകൂടി നമ്മുടെ മനസ്സനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഉത്തമം. ഉദാരമായിട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. അത് നല്ലതാണ്. അതിനുള്ള പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് തരും. ഈ കാര്യങ്ങളാണ് 10 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. 1 വർഷം മുമ്പ് നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ആയിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തികളിലും പ്രകടിപ്പിക്കുവീൻ. അതാണ് 10-ാമത്തെ വാക്യം. ഒരു ഉപദേശം കൊടുക്കുകയാണ്. നിർബന്ധം അല്ല എന്നോർക്കണം. ഒരു കൽപ്പനയല്ല, ഉപദേശം കൊടുക്കുകയാണ്. ഉപദേശം കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഉത്തമമായ വിധത്തിൽ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഒരു ഉപദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത് നല്ലതാണ്. അത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്ന ഒരു വരമാണ്. അത് ഉപയോഗപ്പെടുത്തണം. സുഭാഷിതങ്ങളിൽ 4-ാം അധ്യായം 1 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപദേശം കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. വായിക്കുകയാണ്. മക്കളെ, പിതാവിൻ്റെ പ്രബോധനങ്ങൾ കേൾപ്പീൻ, അതിൽ ശ്രദ്ധ വച്ച് അറിവ് നേടുവീൻ. ഞാൻ നിങ്ങൾക്ക് സദുപദേശങ്ങൾ നൽകുന്നു. എൻ്റെ പാഠങ്ങൾ തള്ളിക്കളയരുത്. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക. ഒരു ഉപദേശം തരിക. മക്കളോട് പറയുന്നത്, പിതാവിനെ നിങ്ങൾ ആ പ്രബോധനം കേൾക്കണം. പിതാവിൻ്റെ കാരണം ഈ പിതാക്കന്മാരെന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ഗുരുവാണ്. അവരെ നമ്മളെ ഉപദേശിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പിതാക്കന്മാരെ ഇങ്ങനെ തന്നിരിക്കുന്നത്. അവരുടെ വാക്ക് നമ്മൾ കേൾക്കണം. അവരുടെ വാക്ക് കേൾക്കാതെ അനുസരിക്കാതെ പോയാൽ പല ദുരന്ത ഫലങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് എന്നോട് എന്താണ് ഉപദേശിച്ചു തരുന്നത് എന്ന് കേട്ട് അതനുസരിക്കാൻ നമ്മൾ ശ്രമിക്കണം. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക. അപ്പം അറിവുള്ളവരാ പിതാക്കന്മാർ. അവരുടെ ജീവിതാനുഭവങ്ങളുണ്ടല്ലോ. അവർ ഒത്തിരി ദൈവിക കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവരാണല്ലോ. അപ്പം അവർക്ക്
ഉപദേശം തരാനുള്ള കഴിവ് അവരാർജിച്ചിട്ടുണ്ട്. ഉൾക്കാഴ്ച നമ്മൾ നേടണം. ബൈബിളിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു കിട്ടുന്ന ഒരു അർത്ഥത്തിന് പുറമേ അതിൽ ആഴമായ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഉൾക്കാഴ്ച അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ബോധത്തെ പ്രകാശിപ്പിക്കും. നമ്മൾ ആഗ്രഹിച്ച കർത്താവിനോട് പറഞ്ഞാൽ മതി, ഇതിൻ്റെ വലിയ അർത്ഥമെന്ത്. യേശു ഉപമകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഉപമകൾക്കകത്ത് വലിയ ആശയം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ അഴിച്ചു നോക്കി പഠിക്കണം. അങ്ങനെ നമ്മളത് മനസ്സിലാക്കി എടുക്കണം. അടുത്ത വാക്യം, ഇപ്പം ഇവിടെ കൊറിന്ത്യരോട് പറയുന്നത്, നിങ്ങൾ 1 വർഷം മുമ്പേ തന്നെ നിങ്ങളിത് ആരംഭിച്ചതാണ്, ഈ കളക്ഷൻ എടുക്കുന്ന കാര്യം. അത് നിങ്ങൾ പെട്ടെന്നൊക്കെ ഒന്ന് പൂർത്തിയാക്കി അത് ചെയ്യണം. അതാണ് ഉപദേശം. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. നിങ്ങൾ ആഗ്രഹത്താൽ അത് കാണിച്ചു, ഇനി അത് പ്രവൃത്തിയിൽ കാണിക്കണം. ഒരു കാര്യം പറയുന്നുണ്ട്, കഴിവനുസരിച്ചാണ് ചെയ്യേണ്ടതെന്ന്. കഴിവനുസരിച്ച് കാണിക്കണം. കഴിവിനപ്പുറമായിട്ട് നമ്മളങ്ങ് ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്നില്ല. ലേവ്യ പുസ്തകത്തിൽ 12-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ശുദ്ധീകരണത്തിന് ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലാത്തവർ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, ദാരിദ്ര്യം, സാമ്പത്തികമായ ബുദ്ധിമുട്ട്. അല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. 2 ചങ്ങാലികളോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ മതി. അല്ല, വിഷമിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി അല്ല. ദരിദ്രയായ ഒരു വിധവ ജെറുസലേം ദേവാലയത്തിൽ നേർച്ചയിട്ടപ്പോൾ നിക്ഷേപിക്കുക എന്ന യേശു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു ആ സ്ത്രീയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയുംകാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവൾ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. മറ്റുള്ളവരോ അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിച്ചു. ഇവൾ അവിടെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുക. അത് കർത്താവ് പുകഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വിചാരിച്ച് നമ്മുടെ കഴിവിനപ്പുറമായിട്ട് കൊടുക്കാൻ കർത്താവ് പറയുന്നില്ല. അവളുടെ ആ മനോഭാവത്തെ കർത്താവ് എടുത്തു പറഞ്ഞതാണ്. താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുകയും കഴിവില്ലായ്മ കണക്കാക്കുകയേണ്ടതില്ല. നമ്മൾ താല്പര്യത്തോടെ കൊടുക്കുന്നെങ്കിൽ കർത്താവ് നമ്മുടെ ആ നിക്ഷേപം, ആ ഡൊണേഷൻ, ആ ദാനം സ്വീകരിക്കും, അതിനെ കൈക്കൊള്ളും. ദൈവത്തിന് പ്രസാദം ഉണ്ടാകും എന്ന് ചുരുക്കം. നമ്മളത് താല്പര്യപൂർവ്വം ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കഴിവനുസരിച്ച് ചെയ്താൽ മതി. കൂടുതൽ ചെയ്യണമെന്ന് കർത്താവ് നമ്മളോട് നിർബന്ധിക്കുന്നില്ല. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ദാനം ചെയ്യുമ്പോൾ വളരെ കഷ്ടതകളൊക്കെ സഹിച്ചാണല്ലോ കളക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങ് കഷ്ടപ്പെടണമെന്നും മറ്റൊരു വെറുതെ ഇരുന്ന് സുഖം അനുഭവിക്കണം അതല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വം ഉണ്ടാകണമെന്നുമാണ്. ഇപ്പോഴത്തെ സ്ഥിതി പറഞ്ഞാൽ ജെറുസലേമിലെ വിശ്വാസികളാണ് വിഷമം അനുഭവിക്കുന്നത്, ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അവർക്കങ്ങോട്ട് കൊടുക്കണം. അവർക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പല സമൃദ്ധി അവർക്കുണ്ട്, നിങ്ങൾക്ക് കിട്ടും. ആ അർത്ഥവും എടുക്കാം.
ഏതായാലും ഒരു സമത്വം ഉണ്ടാകണമെന്നുള്ള വാക്ക് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. സമത്വം ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം തന്നെ ആണ്. നമ്മുടെ കാണുന്നവനാണല്ലോ കർത്താവ്. എല്ലാവരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങൾ കർത്താവിന് അറിയാം. അവൻ അളന്നു നോക്കും. അത് കൃത്യമായിട്ട് കർത്താവിന് അറിയാം. നമ്മൾ എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സമത്വം ഈ ഭൂമിയിലുണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ അത് വിശദമാക്കാൻ ഇസ്രായേൽക്കാർ കനാൻ നാട്ടിലേക്ക് മരുഭൂമിയിൽ കൂടെ നടന്ന് ഈജിപ്തിൽ നിന്ന് പോയപ്പോൾ ചെങ്കടലിൽ കടന്ന് അക്കരെ ചെന്ന് അങ്ങോട്ട് കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നും കിട്ടാതിരുന്നു. മോശയുടെ പ്രാർത്ഥന കേട്ട് മന്നയും കാടപ്പക്ഷിയൊക്കെ ദൈവം കൊടുത്തു. 40 വർഷം ആകാശത്തിൽ നിന്ന് മന്ന ഇറക്കി കൊടുക്കുക. വാരി അവരെടുത്ത് ഭക്ഷിച്ചാൽ മതി, പാചകം ചെയ്ത് ഭക്ഷിച്ചാൽ മതി. പക്ഷെങ്കിൽ എടുക്കേണ്ട അളവ് പറഞ്ഞിട്ടുണ്ട്. ആളൊന്നിക്ക് ഒരു ഓമർ എന്നുള്ള അളവിൽ എടുക്കണം, കൂടുതലൊന്നും എടുക്കരുത്. ചിലരൊക്കെ കൂടുതലെടുത്തു, പിറ്റേ ദിവസം നോക്കിയപ്പോൾ അഴുകിപ്പോയിരിക്കുന്നു. ദൈവം പറഞ്ഞതുപോലെ ചെയ്താൽ മതി, കൂടുതലൊന്നും എടുത്ത് അത്യാഗ്രഹം കാണിക്കണ്ട, അതൊക്കെ നശിച്ചു പോവും. നമുക്ക് ആവശ്യമുള്ളത് അന്നേക്ക് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് യേശുപ്പച്ചൻ നമ്മളെ പഠിപ്പിച്ചത്. അത്യാഗ്രഹം കാണിക്കേണ്ട കാര്യമില്ല. അതൊരു സമത്വം, മന്നായെ സംബന്ധിച്ച സമത്വം പഠിപ്പിച്ച ദൈവം മനുഷ്യരുടെ ഇടയിൽ ഒരു സമത്വം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും 16 മുതൽ 24 വരെയുള്ള ആ വാക്യങ്ങളിൽ പൗലോസ് ചെയ്യുന്നത് തീത്തോസിനെയും മറ്റ് 2 സഹപ്രവർത്തകരെയും ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. 16 മുതൽ 24 വരെ. 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു വാക്യം എടുത്തു പറയുന്നു. 21-ന്റെ കർത്താവിൻ്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും ആദരണീയമായത് മാത്രമേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കർത്താവിൻ്റെ മുൻപിൽ ആദരണീയമായിരിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ മാത്രമല്ല മറ്റ് ആൾക്കാരുടെ മുമ്പിലും അത് ആദരണീയമായിരിക്കണം എന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. കാരണം ആൾക്കാർക്കതൊരു ബോധ്യം വരണം. അതിന് എന്താണ് പൗലോസ് നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പൊതുപ്രവർത്തനങ്ങളിൽ അല്ലെ സഭയുടെ കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ പലപ്പോഴും വസ്തുവിൻ്റെ കാര്യത്തിൻ്റെ മറ്റ് വരവ് ചെലവ് കാര്യങ്ങളുടെയൊക്കെ കണക്കൊക്കെ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. അവരെന്ത് ചെയ്യണം? ആ വരവ് ചെലവുകളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അതിന് പ്രൂഫ്, ബില്ല്, രസീതുകളൊക്കെ സൂക്ഷിക്കുകയും വാർഷികമായിട്ടാണെങ്കിൽ ഓഡിറ്റിന് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. അത് ഞാനെല്ലാം അങ്ങ് ഭംഗിയായിട്ട് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പൊതുജനങ്ങളുടെ ഇടയിൽ വ്യക്തമാകത്തക്കവണ്ണം ഈ കണക്കുകളെല്ലാം ശരിയായിട്ട് അവതരിപ്പിക്കണം. അത് വിശ്വസ്തത നമുക്ക് കൂടണം. അത് ജനങ്ങളെ മനസ്സിലാക്കത്തക്കവണ്ണമായിരിക്കണം നമ്മുടെ എല്ലാ രേഖകളും. ഒരു കള്ളത്തരവും അതിൽ പാടില്ല. നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്ന് ചുരുക്കം. ഒരു സഹകാരിയെ ഉപയോഗിക്കുന്നുണ്ട്, കാര്യം കുഴപ്പമില്ല, ഓഡിറ്റിന് വേണ്ടി. പൗലോസ് അതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പൗലോസ് ഇവിടെ കളക്ഷൻ എടുക്കുമ്പോൾ അതിന് ഒരു സഹകാരിയെ കൂടെ അവർ വെച്ചിട്ടുണ്ട്. ഇതെല്ലാ രേഖകളും വെച്ച് ഓഡിറ്റ് ചെയ്ത് കണക്ക് അപ്രൂവ് ചെയ്ത് കാണിക്കാൻ. ആരും കുറ്റം പറയാൻ ഇടയാകരുത്. ചില ഈ പൊതുപ്രവർത്തകർ ഇതെല്ലാം എൻ്റെ സ്വന്തമാണല്ലോ, നമ്മുടെ സ്വന്തമാണല്ലോ എന്നുള്ള രീതിയിൽ പണം സ്വന്തം എന്നുള്ള നിലയിൽ അങ്ങ് കൈകാര്യം ചെയ്യും. കിട്ടുന്നതൊക്കെ പോക്കറ്റ് വെച്ച് ചിലവാക്കി സ്വന്തം കാര്യത്തിന് ചിലവാക്കുന്നവരും ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അങ്ങനെ ചെയ്യാനല്ല പൊതു സ്വത്ത്. അത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. എല്ലാവർക്കും ബോധ്യമാകത്തക്കവണ്ണം കണക്ക് സൂക്ഷിക്കണം, ഓഡിറ്റ് ചെയ്യണം. അത് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ മാത്രമല്ല, എല്ലാവരുടെയും മുമ്പിലും നമ്മൾ ആദരണീയമായത് മാത്രമേ പ്രവർത്തിക്കാവൂ. ഇവിടെ ധനശേഖരത്തെക്കുറിച്ചാണ് പറയുന്നത്. ധനശേഖരത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമങ്ങളും മറ്റുള്ളവർക്കും ബോധ്യമാകണം. അല്ലാത്ത രീതിയിൽ നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മാതൃകാദോഷമായിട്ട് മറ്റവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കപ്പെടാൻ ഇടയാകരുത് എന്ന ചുരുക്കം. സുഭാഷിതങ്ങൾ പൗലോസ് സൂചിപ്പിക്കുന്നു. സുഭാഷിതങ്ങളിലെ 3-ാം അധ്യായം 3:4 ഞാൻ വായിക്കുകയാണ്. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവയെ നിൻ്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. വിശ്വസ്തത, കരുണ, അത് നമ്മുടെ ഹൃദയഫലകത്തിൽ എഴുതിയിരിക്കണം. വിശ്വസ്തതയും കരുണയും. വിശ്വസ്തനായിരിക്കണം, അല്ല നമ്മുടെ ഇഷ്ടം പോലെ എടുത്തുകൊണ്ട് ഓടുകയല്ല. വിശ്വസ്തതയുണ്ടായിരിക്കണം, കരുണയുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ വാക്കുകൾ ഹൃദയഫലകത്തിൽ എഴുതി വെച്ചേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ നമുക്ക് പ്രീതിയുണ്ടാകും, കീർത്തിയും കിട്ടും. ദൈവത്തിൻ്റെ മുമ്പിലും പ്രീതി, മനുഷ്യരുടെ മുമ്പിലും പ്രീതി. ദൈവത്തിൻ്റെ മുമ്പിൽ കീർത്തി, മനുഷ്യരുടെ മുമ്പിലും കീർത്തി നമുക്ക് ഉണ്ടാകും. റോമർ 12:17 പൗലോസ് അത് തന്നെ പറയുന്നുണ്ട്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവീൻ. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് വേണം നമ്മൾ പ്രവർത്തിക്കുവാൻ. ഞാൻ വാക്യം 23 കടക്കുകയാണ്. വാക്യം 23 പറയുന്നത്, വാക്യം 23 പറയുന്നു, തിമോത്തിയോസിനെ പറ്റി പറഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷയിൽ എൻ്റെ പങ്കുകാരനും പ്രവർത്തകനുമാണ്. അവൻ ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ, സഭകളുടെ അപ്പോസ്തലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ്. തീത്തോസിനെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞു. മറ്റ് സഹോദരന്മാർ, സഹപ്രവർത്തകർ, അവരാരാണ്? ക്രിസ്തുവിൻ്റെ മുൻപാകെ മഹത്വമുള്ളവരാണ്. എന്തുകൊണ്ടെന്നാൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ആ ദൗത്യം വിശ്വസ്തയോടും കൃത്യമായിട്ടും ചെയ്യുന്നവരാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പൗലോസ് ഈ സഹോദരങ്ങളെ വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ 9-ാം അധ്യായത്തിലോട്ട് പ്രവേശിക്കുകയാണ്. 9-ാം അധ്യായത്തിൽ നമുക്കൊരു പ്രത്യേകത കാണാൻ സാധിക്കുന്നത്, അത് 8-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആവർത്തനം പോലെ തോന്നും. പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ധനശേഖരണത്തിൻ്റെ ഈ കാര്യമൊക്കെ വീണ്ടും എഴുതിയിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ ചില വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് പറയുന്നത്, 8-ാം അധ്യായവും 9-ാം അധ്യായവും ഒരു പക്ഷെങ്കിൽ ഒരേ ലേഖനത്തിൻ്റെ ഭാഗങ്ങളായിരുന്നിരിക്കില്ല, വേറെ വേറെ ആയിരിക്കാം എന്ന്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, വ്യക്തമായ തെളിവില്ല. പക്ഷേ ഒന്നിൻ്റെ തന്നെ രണ്ട് അധ്യായങ്ങളാണെന്ന് വേണമെങ്കിലും വിചാരിക്കാം. എന്തെന്നാൽ ഈ പ്രാസംഗികരായ പ്രാസംഗികർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ പ്രസംഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഊന്നിപ്പറയണമെന്ന് അവർക്ക് തോന്നും, എടുത്തൊരു എംഫസിസ് കൊടുത്ത് പറയണം. അതിനവർ പല മെത്തേഡുകൾ ഉപയോഗിക്കും. പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തിരിക്കും. അതെൻ്റെ ഒരു പ്രാധാന്യം എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ്. പൗലോസ് പ്രസംഗത്തിന് വലിയൊരാളാണ്. അദ്ദേഹം പല രീതികൾ ഉപയോഗിക്കാറുണ്ട്. മധുരവചനങ്ങൾ, ഉദ്ബോധനങ്ങൾ, പ്രബോധനങ്ങൾ, അങ്ങനെ പല രീതികൾ പൗലോസ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം വീണ്ടും പറയുന്നു അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട്
അത് വേറെ വേറെ ലേഖനത്തിൻ്റെ ഭാഗമായിരിക്കാം എന്ന് ചിന്തിക്കണമെന്നില്ല. അത് ഒരു പ്രാധാന്യം എടുത്തു കാണിക്കാൻ വേണ്ടി പറയുന്നു എന്ന് നമുക്ക് ധരിക്കാം. ഒന്നാമത്തെ വാക്യം, വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല. അതാണ് തുടക്കം. അപ്പോൾ റിപ്പീറ്റേഷൻ വരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ സംശയിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. സുഭാഷിതങ്ങൾ 11:24 ഞാൻ വായിക്കാം. ഒരാൾ ഉദാരമായിട്ട് നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഇവിടെ ദാനധർമ്മത്തെക്കുറിച്ച്, ഈ കളക്ഷൻ, ധനശേഖരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷയെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാമല്ലോ എന്നാണ്. നേരത്തെ തന്നെ സുഭാഷിതങ്ങളിൽ ഈ വാക്യം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ധനികനാകുന്നത് ആരാണ്? ഉദാരമായിട്ട് നൽകുന്നവരാണ് കൂടുതൽ ധനികരാകുന്നവർ. നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കുക, അത് കൊടുക്കത്തില്ല. പക്ഷേ അവനെ ഒന്ന് ശ്രദ്ധിച്ച്, ദാരിദ്ര്യം അവന് വർദ്ധിച്ചാണ് വരുന്നത്. എന്നാൽ ഉദാരമായിട്ട് കൊടുക്കുന്നവർക്ക് ധനവാന്മാരാകുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നു. നമ്മുടെ അഭിപ്രായമല്ല, സുഭാഷിതങ്ങളിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. സുഭാഷിതം 19:17 പറയുന്നു, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. കർത്താവിന് കടം കൊടുക്കുക എന്ന് ഉള്ള ഒരു ഭാഗ്യമല്ലയോ നമുക്ക് കിട്ടുന്നത്? ആ കടം നമുക്ക് വീട്ടുകയും ചെയ്യും. കർത്താവിന് കൊടുത്താൽ ധാരാളമായിട്ട് തിരിച്ചു തരുമെന്നുള്ളത് അറിയാമല്ലോ. കർത്താവിന് കടം കൊടുക്കുകയാണ് ഏത്? ദരിദ്രരോട് ദയ കാണിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടും എന്ന് നമ്മൾ ഓർക്കണം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആ കളക്ഷനെ സംബന്ധിച്ചതിനെ പറയുകയാണ്. 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 6-ാമത്തെ വാക്യം, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. വാക്യം 6. അല്പം വിതച്ചാൽ അല്പമേ കൊയ്യുള്ളൂ, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. സങ്കീർത്തനത്തിൽ 126-5-6 വാക്യങ്ങൾ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇത് സാധാരണ വിത, ഗോതമ്പിൻ്റെ വിത, നെല്ലിൻ്റെ വിത, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിലും ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നതിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ പ്രാധാന്യം നൽകി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കണം. ദൈവവചനം വിതയ്ക്കുക ഒരാൾ ചെയ്യുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കൊയ്യും. ആഹ്ലാദത്തോടെ വിതയ്ക്കാൻ പോകുമ്പോൾ കറ്റ ചുമന്ന് കണ്ണുനീരോടുകൂടിയാണ്, വിലാപത്തോടുകൂടിയാണ് പോകുന്നതെങ്കിലും അവൻ ആഹ്ലാദത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പം വചനമാകുന്ന വിത്ത് വിതയ്ക്കുക എന്നുള്ളത് സന്തോഷത്തെ, ആനന്ദത്തെ, ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദൗത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലരെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എടുത്തു പറയുക, 6-ാം അധ്യായം 8-ാം വാക്യം, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനാൽ വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവരുണ്ട്. അവൻ ജഡത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൊയ്ത് കിട്ടും, അത് നാശത്തിലേക്കാണ്. പക്ഷേ ആത്മാവിനാൽ വിതയ്ക്കുന്നവനുണ്ട്, ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അതിൻ്റെ അപ്പുറത്തൊന്നും കിട്ടാൻ നമുക്കില്ലല്ലോ. ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുകയാണ്. ചിലരുണ്ട് അനൈക്യം വിതയ്ക്കുന്നവർ. എവിടെങ്കിലും ഒരു സമാധാനമായി ആൾക്കാർ പോകുന്നിടത്ത്, ഒരു കൂട്ടായ്മ ഉള്ളിടത്ത്, ഒരു സഭ ഉള്ളിടത്ത് ഇടയ്ക്കൊന്ന് കയറി ആൾക്കാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി തിരിച്ച്
ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ അനൈക്യത്തെ ഉണ്ടാക്കി വിതയ്ക്കുന്നവരുണ്ട്. നമുക്കറിയാം, അങ്ങനെ സഭകളിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, ചില ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അവർ വിതയ്ക്കുന്നത് അനൈക്യം വിതയ്ക്കും. അവരെക്കുറിച്ച് സുഭാഷിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ. തന്മൂലം പെട്ടെന്ന് അവരുടെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവർ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. ആരെക്കുറിച്ചാണ് പറയുന്നത്? നമുക്ക് വ്യക്തമായി. അനൈക്യം വിതയ്ക്കുന്നവർക്ക് സംഭവിക്കുന്നതാണ്. അവരുടെ മേൽ അത്യാഹിതം ഉണ്ടാകും. പെട്ടെന്ന്, പ്രതീക്ഷിക്കാത്ത നിമിഷം അത്യാഹിതം അവർക്ക് മേലുണ്ടാകും. നിമിഷത്തിനുള്ളിൽ അവർ തകർന്നു പോകും, പ്രതിവിധിയില്ലാതെ. അതിനൊരു പരിഹാരം ചെയ്യാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അവർ തകർന്നു പോകും. ആത്മീയമായ ഒരു കൊയ്ത്തിനെക്കുറിച്ച് നമുക്കിവിടെ ചിന്തിക്കാം. യേശു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-36 വാക്യങ്ങൾ. സമറിയക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ തുടർച്ച. ആ ഭാഗത്ത് ഒരു കൊയ്ത്തിനെക്കുറിച്ച്, ആത്മീയ കൊയ്ത്തിനെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞ വാചകം ഞാൻ വായിക്കുകയാണ്. യോഹന്നാൻ 4:35-36. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവീൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. കൊയ്യാനുള്ള സമയമായിരിക്കുന്നു. വിത്ത് വളർന്ന് ഇപ്പോൾ കൊയ്ത്തിൻ്റെ സമയമായിരിക്കുക. നിങ്ങൾ കണ്ണുയർത്തി നോക്ക്. കൊയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്കും അതിൻ്റെ കൂലി കിട്ടും, നിങ്ങളും സന്തോഷിക്കും. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വാക്യം 7 ഞാൻ വായിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെ അല്ലെങ്കിൽ നിർബന്ധത്തോടെ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ ആയിരിക്കണം. ദാനധർമ്മം, ആ ഒരു ചാരിറ്റി വർക്കിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് നമ്മൾ സന്തോഷപൂർവ്വം ചെയ്യണം. കർത്താവിന് അതാണ് ഇഷ്ടം. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, നമ്മൾ ഉദാരമായിട്ടൊക്കെ കടം കൊടുക്കണം. 15:10. നീ അവന് ഉദാരമായി കടം കൊടുക്കണം, അതിൽ ഖേദം ഉണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് ആഗ്രഹമുണ്ടല്ലോ, നമ്മൾ ചെയ്തു തുടങ്ങുന്ന ആ പ്രവൃത്തികളിൽ ദൈവാനുഗ്രഹം വേണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഉദാരമായിട്ട് കടം കൊടുക്കണം. ഒരാൾ വന്നാൽ ചോദിച്ചാൽ ഇല്ല കൊടുക്കാൻ മനസ്സില്ലാതല്ല കാണിക്കേണ്ടത്. ഉദാരമായിട്ട് കടം കൊടുക്കണം, അതിൽ ഖേദിക്കരുത്. ഇനി ചിലരങ്ങ് നിർബന്ധം മൂലം കൂടുതൽ കൊടുത്താലേ ഞാൻ അത്രയും കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ മനസ്സിലങ്ങ് വിഷമമാണ്. കൊടുത്തതിൽ അവർക്ക് വിഷമം. കൊടുത്തതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ഖേദിക്കരുത്. കർത്താവ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളെയും നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കും. കർത്താവിൽ നിന്ന് അനുഗ്രഹം വേണമല്ലോ, ഇങ്ങനെ ഉദാരമായിട്ട് പ്രവർത്തിക്കണം. പൗലോസ് അപ്പോസ്തലൻ്റെ സ്വന്തം വാക്കുകളിൽ ഇങ്ങനെയും പറയുന്നു. റോമർ 12:8. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെ ദാനം ചെയ്യണം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെ ദാനം ചെയ്യട്ടെ. കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ബൈബിളിൽ ചില നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. 1, നമ്മൾ വരവിന് തക്കവണ്ണം വേണം കൊടുക്കുവാൻ.
കൂടുതൽ വരവുള്ളവർ കൂടുതൽ കൊടുക്കണമെന്നർത്ഥം. നിയമാവർത്തനം 16:17 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഒത്ത വിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം. ഉള്ളതനുസരിച്ച്, കർത്താവ് അനുഗ്രഹിച്ചതനുസരിച്ച് അതനുസരിച്ച് വേണം കാഴ്ചകൾ സമർപ്പിക്കാൻ നിയമാവർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, പരസ്യപ്പെടുത്തുക എന്ന ആകരുത് നമ്മുടെ ലക്ഷ്യം. പരസ്യത്തിന് വേണ്ടി നമ്മൾ ദാനം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ അതിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞെന്നാ. ഒരാൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും സ്കൂൾ കിറ്റ് കൊടുക്കുന്നു എന്നും പറഞ്ഞ് കൊടുക്കുന്നു. എല്ലാവരുടെയും ഫോട്ടോയും എല്ലാവരുടെയും കൊടുത്ത ആളിൻ്റെ ഫോട്ടോയൊക്കെ മുന്നേ നിർത്തി ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ പടമൊക്കെ എടുത്ത് പത്രത്തിലും മാസികകളിലൊക്കെ ഇങ്ങനെ കാണിക്കും. എന്താ അവരുടെ ഉദ്ദേശമെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ. പരസ്യപ്പെടുത്തൽ ആകരുത് ദാനധർമ്മം എന്നുള്ളത് നമ്മൾ ഓർക്കണം. ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം, നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത്തു കൈ അറിയാതിരിക്കട്ടെ. വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ പോലും അറിയേണ്ട കാര്യമില്ല, അറിയാതെ ഇരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. രഹസ്യങ്ങൾ അറിയുന്ന നമ്മുടെ പിതാവ് എല്ലാ രഹസ്യങ്ങളും അറിയാം, നമ്മുടെ ഉള്ളിൽ വരെ അറിയാം. ആ പിതാവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അത് നമ്മൾ ഓർത്തോണം. വാക്യം 8-9, 8-ാമത്തെ വാക്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാസമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങളിൽ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. വാരി വിതറിയാണ് കർത്താവ് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമുക്ക് തരും. എഫേസോസ് ലേഖനത്തിലെ 3:20, നമ്മിൽ വസിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നവനാണ് അവൻ. നമ്മളെ വിശ്വസിച്ച് നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ കാര്യം, അഥവാ യേശുക്രിസ്തുവിൻ്റെ കാര്യമായി പറയുന്നത്, നമ്മളിൽ വസിക്കുന്ന ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് തരും. ആ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ അവൻ കഴിവുള്ളവനാണ്. നമ്മൾ ചിലപ്പം ചോദിച്ചിട്ട് കിട്ടുമോ എന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കും. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ചോദിക്കുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ തരുവാൻ കഴിവുള്ളവനാണ് അവൻ. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. കിട്ടത്തില്ലെന്ന് വിചാരിക്കേണ്ട, കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് തന്നെ. അവൻ്റെ ഇല്ലെന്ന് വിചാരിക്കേണ്ട, ഉണ്ട്. ഒരാൾ ഒരു ധനവാനായ മനുഷ്യനോട് ചെന്ന് ഒരു 100 രൂപ ചോദിക്കാൻ ചെല്ലുമ്പോൾ അവനൊരു വിഷമം, 100 രൂപ അദ്ദേഹത്തിന് ഉണ്ടോയെന്ന്. 100 രൂപയല്ല, ആയിരക്കണക്കിന് രൂപ നോട്ടുകൾ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്, വിഷമിക്കേണ്ട. കർത്താവിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാം തരുവാൻ അവന് കഴിവുണ്ട്. ചോദിച്ചാൽ തരുമെന്നുള്ളത് ഉറപ്പാണ്. ചോദിക്കുവി, നിങ്ങൾക്ക് തരും. മക്കളായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. നമ്മിൽ വസിക്കുന്ന ശക്തിയാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മൾ ദൈവപുത്രരാണ്. നമ്മൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും തരും. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ തരുവാൻ ശക്തനാണ് അവൻ. അത് നമ്മൾ ഓർത്തോണം. നമ്മളൊരു പ്രാർത്ഥിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ വിഷമിച്ചുകൊണ്ടേ ഇരിക്കേണ്ട. തീർച്ചയായിട്ടും അവന് ഉണ്ട്, അവൻ തരിക തന്നെ ചെയ്യും. നമ്മളിൽ പരിശുദ്ധാത്മാവ് വസിച്ച് നാം അവൻ്റെ മക്കളായിരുന്നാൽ ഒരു സംശയവുമില്ല, കിട്ടും. സങ്കീർത്തനം 62:11 പറയുന്നു, ശക്തി ദൈവത്തിൻ്റേതാണ്. ലൂക്കോസ് വിശേഷം 1:37 പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ.
ഞാൻ വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പോയിൻ്റ് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, രക്ഷിക്കുന്നതിന് കഴിയും. 2, പാപം മോചിക്കുവാൻ കഴിയും. പ്രകൃതിയുടെ മേൽ അധികാരം അവനുണ്ട്. അപ്പം വർദ്ധിപ്പിച്ചല്ലോ, കടലിന്മേൽ നടന്നല്ലോ, അത്തിമരത്തെ ശപിച്ച് അത് ഉണങ്ങിപ്പോയല്ലോ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയല്ലോ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയല്ലോ. പ്രകൃതിയുടെ മേൽ അവന് അധികാരമുണ്ട്. ജീവൻ നൽകാനുള്ള അധികാരമുണ്ട്. മരിച്ചവരെ ഒക്കെ യേശു ഉയർപ്പിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കാൻ അവന് കഴിയും. കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുവാൻ അവന് കഴിയും. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. സകല കൃപയും വർദ്ധിപ്പിക്കുവാൻ കഴിയും. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയും. അവസാനത്തോളം പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും നടത്തി 77 വയസ്സിൽ വരെ കർത്താവ് നടത്തി. ഇനിയും കുറേ വർഷങ്ങൾ ജീവിച്ചിരിക്കുമായിരിക്കും. കർത്താവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതുവരെയും നമ്മൾ നടത്തുമോ എന്ന് നമ്മളിനി ഭയപ്പെടേണ്ട. ഇതുവരെയും നടത്തിയവൻ ഇനിയും നടത്തും. അവസാനത്തോളവും പൂർണ്ണമായി രക്ഷിക്കും. ഇതുവരെ നടത്തിയവൻ ഇനിയും നടത്തും. വീഴാതെ സൂക്ഷിക്കാൻ അവന് കഴിയും. നമ്മൾ വീണു പോകുമോ? ഇല്ല, നമ്മൾ വീഴാതെ സൂക്ഷിക്കാൻ അവന് കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം പൗലോസ് പറഞ്ഞൊരു വാക്യമാണ്. നമ്മളത് കാണാൻ പഠിക്കണം. നമ്മളത് മനസ്സിൽ ഹൃദയത്തിൽ ശക്തമായിട്ട് ഉപയോഗിക്കണം, എഴുതി വച്ചിരിക്കണം, മനസ്സിലാക്കി വച്ചിരിക്കണം. ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. പൗലോസിൻ്റെ അഭിമാനമോ കർത്താവിനുള്ള വിശ്വാസത്താൽ ഉറപ്പിലുള്ള സന്തോഷമാണ് പറയുന്നത്. എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയാവോ? എന്നെ ശക്തനാക്കുന്നവനിലൂടെ. എന്നെ ശക്തനാക്കുന്ന ഒരുവൻ, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. പൗലോസിനത് പറഞ്ഞു. ശക്തനായി അവൻ പ്രവർത്തിച്ചു. നമ്മൾക്കോരോരുത്തർക്കുമുള്ള വാഗ്ദാനമാണ് അത്. എന്നെ ശക്തനാക്കുന്നവൻ യേശുക്രിസ്തുവാണെന്ന് വിശ്വസിച്ച് നമുക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. എന്നെ കൊണ്ടതൊക്കത്തില്ലെന്ന് നമ്മൾ ആരും പുറമോട്ട് പോകണ്ട. സാധിക്കുമെന്ന് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ, മറ്റേതറിയത്തില്ല, അത് ചെയ്യാൻ എന്നെ കൊണ്ട് പ്രയാസമാണ്. അങ്ങൊന്നും വിഷമിക്കണ്ട. ഇവിടെ വചനം പറയുന്നു, എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. ശക്തി വേണം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ. അതോർക്കണം. ഫിലിപ്പിയർ 4:13. ഫിലിപ്പിയർ 4:13 നമ്മളത് ഓർത്ത് ഇരിക്കണം. ഇനി നമ്മൾ 10-ാം വാക്യത്തിലേക്ക് കയറുകയാണ്. വാക്യം 10, വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് നൽകുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും. ഇവിടെ നീതിയുടെ വിളവ്, ഫ്രൂട്ട് ഓഫ് ജസ്റ്റിസ്, വിതയ്ക്കാൻ വിത്ത്, ഈ വാക്കുകൾ യെശയ്യാ 55:10 നിന്ന് ഉള്ളൊരു ആശയമാണ്. നീതിയുടെ വിളവ് എന്നുള്ള വാക്ക് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഇവിടെ മാത്രമേ അത് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഫ്രൂട്ട് ഓഫ് ജസ്റ്റിസ്, ദൈവ ധനശേഖരണമൊക്കെ നടത്തി ദൈവ വേലയ്ക്ക് നമ്മൾ ചെയ്യുന്നതിനെ, അതായിരിക്കാം ഇവിടെ നീതിയുടെ വിളവ് എന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ധരിക്കാം. ഒരു സാങ്കേതിക പദമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ വയലിലുള്ള കൃഷി വസ്തുക്കൾ, വൃക്ഷങ്ങൾ, മറ്റ് മരങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന ആ ഫ്രൂട്ട്സിനെയാണ് നീതിയുടെ വിളവ് എന്ന് സാങ്കേതിക അർത്ഥത്തിൽ പറയുന്നത്. പൗലോസ് തന്നെയായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. സങ്കീർത്തനം 97:2 ഞാൻ വായിക്കാം. നീതിയും ന്യായവും അവിടുത്തെ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്.
അതാണ് ജസ്റ്റീസിൻ്റെ ഫ്രൂട്ട്, നീതിയുടെ ഫലം. അത് കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ് നീതി, ന്യായം എന്ന് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം, ദൈവത്തിൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയുടെ ഫലങ്ങൾ, ആ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ദിനത്തിലേക്ക് നിഷ്കളങ്കരും നിർദോഷരുമായി ഭവിക്കട്ടെ. നമ്മൾ നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിറയണം. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ദിനമുണ്ടല്ലോ, രണ്ടാമത് വരുന്ന അന്ന് നമ്മൾ നിഷ്കളങ്കരും നിർദോഷരുമായിരിക്കും. അങ്ങനെ നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് നമ്മൾ കർത്താവിൽ നിഷ്കളങ്കരും നിർദോഷരും ആയിരിക്കണം എന്നാണ് പൗലോസ് ഉപദേശിക്കുന്നത്. വിതക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പവും കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മീയമായ അനുഗ്രഹങ്ങളും ലൗകികമായ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരുന്നു എന്നുള്ള സൂചനയാണ്. സങ്കീർത്തനം 107:38, ഞങ്ങളുടെ അറപ്പുരകളിൽ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ, ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ 1000-ങ്ങളും 10,000-ങ്ങളുമായി പെരുകട്ടെ. ലൗകികമായ അനുഗ്രഹങ്ങളുമുണ്ട്, ആത്മീയമായ അനുഗ്രഹങ്ങളുടെ സൂചനയും അതിലുണ്ട്. ഈ വിത്തെന്ന് പറയുന്നത് നമ്മുടെ വിത്ത് തന്നെയാണെങ്കിലും ലൗകികമായ കാര്യങ്ങളാണ്. പക്ഷേ ആത്മീയമായൊരു വിത്തിനെക്കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കണം. പത്രോസ് അത് എടുത്തെടുത്ത് പറയാറുണ്ട്. 1 പത്രോസ് 1:23, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. വീണ്ടും ജനിക്കണമെന്നുള്ളത് ക്രിസ്തീയ സഭയുടെ വലിയൊരു ടീച്ചിങ്ങാണ്. കർത്താവ് അത് പറഞ്ഞതാണ്, വീണ്ടും ജനിക്കാത്തവരാർക്കും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പരിശുദ്ധാത്മാവ് വിശ്വാസികളിലേക്ക് വരും. അപ്പോൾ എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? പത്രോസ് പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ്. അത് അനശ്വരമാണ്, അത് സനാതനമാണ്, അത് ജീവൻ്റെ വചനങ്ങളാണ്. ആ വചനങ്ങളാലാണ് നമ്മൾ ജീവൻ പ്രാപിച്ച രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവവചനത്താലാണ് എന്ന് നമ്മൾ ഓർക്കണം. സമയത്തിൻ്റെ ചുരുക്കം മൂലം ഞാൻ 10-ാമത്തെ വാക്യം കൊണ്ട് അവിടെ ഇന്നത്തെ ധ്യാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഉദാരമായ സംഭാവന ദാനം നമ്മൾ ചെയ്യണം. നമുക്ക് ഉള്ളതിൻ്റെ അനുസരിച്ച് ചെയ്താൽ മതി. കൂടുതൽ നിർബന്ധിച്ച് ചെയ്യിക്കാനൊന്നും പറയുന്നില്ല, പക്ഷെ ഉള്ളതനുസരിച്ച് കൊടുക്കണം. ആ ദരിദ്രയായ വിധവ 2 ചെമ്പുതുട്ടുകൾ ഇട്ടപ്പോൾ കർത്താവ് പുകഴ്ത്തി പറഞ്ഞില്ലേ, കൊടുക്കുന്നത് തന്നെ നല്ല ദാനമാണ്. നമ്മളിങ്ങനെ കൊടുക്കുന്നത് കർത്താവിന് കടം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊടുക്കുന്നതിൽ നമുക്ക് ദുഃഖമൊന്നും ഉണ്ടാകരുത്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. പിന്നെ ഈ വിത്ത്, അത് ആത്മീയമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ നല്ലതാണ്. വിത്തെന്ന് പറയുന്നത് ദൈവവചനം വിതയ്ക്കുന്നതിൻ്റെ കാര്യമാണെന്ന് എടുക്കുക. ആ വിത്ത് സങ്കടത്തോടു കൂടിയൊക്കെയാണ് നമ്മളിപ്പം വിതയ്ക്കാൻ പോകുന്നതെങ്കിലും വലിയൊരു കൊയ്ത്ത് നടക്കും, ആഹ്ലാദത്തോടെ വരും. വലിയൊരു കൊയ്ത്ത് നടക്കും, ആഹ്ലാദത്തോടെ വരും. വിത്ത് വിതയ്ക്കുവാൻ, ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ നാം മുന്നോട്ട് വരണം, തയ്യാറാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പത്രോസ് അപ്പോസ്തലനും ഈ വചനമാകുന്ന വിത്തിനെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും നമ്മൾ ആ വചനത്താൽ ജനിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവം നമ്മളെ നടത്തട്ടെ. പരിശുദ്ധാത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവവചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട് വളർന്ന് ഫലമുണ്ടാകാനും 30, 60, 100 മേനി ഫലമൊക്കെയാണല്ലോ ഉണ്ടാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അടുത്ത 79-ാമത്തെ എപ്പിസോഡിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതുവരെയും അത് വരെയല്ല, എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ നമുക്ക് ജീവിക്കാം. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.